Okay, shall we start? തുടങ്ങാം. Okay then, page number 10. Page number 10. We are discussing about homophones, right? We are discussing about homophones. What do you mean by homophones? എന്തായിരുന്നു homophones എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ മിസ് രാവിലെ പറഞ്ഞത്? Words that have similar pronunciation and different spelling and have different spelling and different meaning, right? അല്ലേ? വ്യത്യസ്ത മീനിങ്ങും. Jivana, I'm here. It's not your social period. Okay? ഇന്ന് ഞാനാണ് ഇംഗ്ലീഷ് എടുക്കുന്നത്. Then words that have same pronunciation but different spelling and meanings are called homophones. മനസ്സിലായ കാര്യമല്ലേ? അല്ലേ? ഒരേ പ്രൊനൗൺസിയേഷനും മീനിങ്ങിലും പിന്നെന്താ സ്പെല്ലിങ്ങിലും ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സിന് നമ്മൾ എന്ത് പറയും? ഹോമോഫോൺസ് എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു മിസ് പറഞ്ഞത്? പീസ്, ക്വൈറ്റ്, സി. Can you remember? ഓർമ്മ വരുന്നില്ലേ? Okay, the next one. Way. W-A-Y, way means a method of doing something or a road. A method of doing something or a road. Sometimes we will say there is a way. There is a way. It's not the way. ഇതല്ല വഴി എന്ന് പറയാറുണ്ടല്ലേ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്? There we can say way. അവിടെ ഒരു വഴി കാണുന്നുണ്ട്. There is no any other way. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയാറുണ്ട്? അവിടെ വഴി. വേ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിയാണ് അല്ലേ? അവിടെ വഴി ഇല്ല. ഇല്ല, അതാണ് വഴി. എവിടെയാണ്? ഏത് വഴിക്കാണ് നമ്മുടെ സ്കൂള്? എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ഓക്കെ, നെക്സ്റ്റ്. വേ മീൻസ് എ മെത്തേഡ് ഓഫ് ഡൂയിങ് സംതിങ്. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം, ഏതെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ മെത്തേഡ് ആയിരിക്കാം. ഇൻ വാട്ട് വേ യു സെഡ് ദ ആൻസർ? നീ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ നീ ഏത് വഴിയിലാണ് ആൻസർ പറഞ്ഞത്? ഇൻ വാട്ട് വേ യു തിങ്ക് ദാറ്റ്? ഏത് വഴിയിലാണ് നീ ചിന്തിച്ചത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വേ മനസ്സിലായില്ല ജസ്റ്റിസിന്. ഓക്കെ, വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? W-A-Y, വേ മീൻസ് വഴി എന്നാണ് മീനിങ് അല്ലെ? ഒന്ന് നമ്മുടെ സ്ഥലം പറയാൻ വേണ്ടിട്ട് വേ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട്. There is a way. അവിടെ ഒരു വഴി ഉണ്ടാകാം. എക്സാമ്പിൾ ആണ് മിസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വേ. ഇൻ വാട്ട് വേ യു തിങ്ക് ലൈക്ക് ദാറ്റ്? നീ ഏത് വഴിയിലാണ് അത് ചിന്തിച്ചത്? ഏത് മെത്തേഡിലാണ് നീ അത് ചിന്തിച്ചത്? അങ്ങനെ പറയാ നിങ്ങൾ പറയാറില്ലേ? അപ്പൊ ഒന്നാമത്തെ വേ. വേ മീൻസ് എ മെത്തേഡ് ഓഫ് doing something or a road. Okay, next one. W-E-I-G-H, way. W-E-I-G-H, way. The pronunciation is same here. Pronunciation എന്താണ്? Same ആണ്. W-A-Y, way. Okay, നമ്മൾ എന്താ വായിക്കുക? വേ തന്നെയാണ് വായിക്കുക. W-E-I-G-H, way. അത് നമ്മൾ എന്ത് തന്നെ വായിക്കുക? വേ തന്നെയാണ് വായിക്കുക. What do you mean by way? W-E-I-G-H, way means what? W-A-Y, way means vadi. W-E-I-G-H, way means to measure how heavy something is. All of you look at your textbook, page number 9. Look at your textbook, page number 9. Way means to measure how heavy something is. തൂക്കം നോക്കുന്നതാണ് അല്ലേ? എത്രത്തോളം ഭാരമുണ്ട് എന്ന് നമ്മൾ നോക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? വേ എന്ന് പറയാ. To measure how heavy something is. ഏതെങ്കിലും ഒരു കാര്യം എത്ര ഭാരമുണ്ട് അതിനെ നമ്മൾ നോക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? വേ എന്ന് പറയാ. അപ്പൊ here we have two words with the same pronunciation but different spelling and different meaning. Are you okay? മനസ്സിലായോ? Okay, W-A-Y, way. W-E-I-G-H, way means to measure something, to measure how heavy something is. മനസ്സിലായോ? Okay, the next example is sight. Look at your textbook, page number 9, last one. Sight. S-I-T-E, sight. S-I-T-E, sight means a place where something is located. A place where something is located.
എന്ന് വെച്ചാൽ എന്താണ്? എ പ്ലേസ് where something is located. ഏതെങ്കിലും ഒരു കാര്യം ലൊക്കേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ഥലം, ഇപ്പൊ സ്കൂള് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സൈറ്റ് എവിടെയാണ് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? ചോദിക്കാറില്ലേ? മനസ്സിലാവുന്നുണ്ടോ? സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? Who can say? ഏതെങ്കിലും ഒരു സ്ഥലം, ഇപ്പൊ ടെമ്പിൾ ആവട്ടെ, സ്കൂൾ ആവട്ടെ, പിന്നെന്താ ചർച്ച് ആവട്ടെ, ഇതൊക്കെ എവിടെയാണ് സൈറ്റ് എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ അല്ലേ? അതൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. സ്കൂൾ എവിടെയാണ്? Where the site of school is located. ചോദിക്കാറില്ലേ സൈറ്റ്? Then next സൈറ്റ് നോക്കാം. SIGHT site. First one, SITE site means a place where something is located. A place where something is located. Okay, listen here. Next one, SIGHT site. Site means the ability to see. The ability to see. നമുക്ക് കാണാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ? മറ്റുള്ളവരെ കാണാനുള്ള നമ്മുടെ കഴിവില്ലേ? സൈറ്റ്. Okay. Sight means the ability to see. കാണാനുള്ള നമ്മുടെ കഴിവാണ് എന്ത്? Sight. SIGHT sight. Okay. Here the spellings are same. Here the spellings are same. Sorry. Here the pronunciation are same, but it differs from spelling and meanings. Are you okay? മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? Sight. SITE sight. SIGHT sight. Okay. സ്പെല്ലിംഗ് മിസ് ഒന്ന് എഴുതാം നോക്കാം. ഫസ്റ്റ് വൺ എഴുതാം പറഞ്ഞ സാഡ്. സോറി സി. സി. നെക്സ്റ്റ് വൺ ക്വയറ്റ്. QUITE quiet and QUIET quiet. Next one peace. PIECE. Sorry. PIECE peace and PEACE peace. Someone is in waiting room. Okay, peace. Next one, way. And last one, side. SITE side and SIGHT side. Listen here. All of you listen here. C. The pronunciation are same, but it different spelling and meaning. C. Spelling different അല്ലേ? പക്ഷെ രണ്ടും വായിക്കുന്നത് എങ്ങനെയാ? സി തന്നെയല്ലേ? Here നോക്ക quiet. ഇത് കുറച്ച് ഹാർഡ് വേർഡ് ആണ് അല്ലേ? Quiet. QUITE quiet. QUIET quiet. എങ്ങനെ അത് മനസ്സിലാക്കുക? ഇതിലേതാണ്? ഇതിലേതിന്റെ മീനിങ് ആണ്? ശാന്തം എന്നുള്ളതിന്റെ മീനിങ് ഏതാണ്? QUITE ആണോ QUIET ആണോ? ക്വയറ്റ്, ശാന്തം. അതെങ്ങനെ മനസ്സിലാവുക? No. Here Hadnan says QUITE. ആ ക്വയറ്റ് ആണ് ഏത്? ശാന്തം എന്നുള്ളത്. Who can say the correct word? ഇതിലേത് ക്വയറ്റ് ആണ് ശാന്തം എന്ന് മീനിങ് വരുന്നത്? പറയാമോ? അറിയില്ല, മിസ് പറഞ്ഞുതരാം. QUIET ശാന്തം. QUIET ശാന്തം. QUITE quiet means തികച്ചും, ടോട്ടൽ. അതെങ്ങനെ മനസ്സിലാവാന്നറിയോ? അശ്വിൻ, why are you smiling? Do you have any other choice between this? Okay, listen here. മിസ്സിന് പണ്ട് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഓക്കെ, മിസ് പ്ലസ് 1 പ്ലസ് 2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷിനുള്ള ടീച്ചർ ഉണ്ടായിരുന്നു. ഷിജി എന്നാണ് പേര്. ഓക്കെ, ആ മിസ് പറഞ്ഞതാണ്, ആ മിസ്സിന്റെ മിസ് 4 തലമുറ ബാക്ക്. ഓക്കെ, അവരുടെ ക്ലാസ്സിൽ
ഒരു ക്ലാസ്മേറ്റ്. അപ്പൊ പണ്ടത്തെ പേരായിരിക്കും അല്ലെ? ശാന്ത എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ശാന്ത. ശാന്തയുടെ ഇൻസ്റ്റൽ എന്തായിരുന്നു അറിയോ? ഇ ടി ശാന്ത. ഇനി അത് വെച്ചിട്ട് നിങ്ങൾ ഈ ക്വയറ്റിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. ക്വയറ്റ്, QUIET, ഇ ശാന്ത. ഇ ക്വയറ്റ്, ഇ വരുന്നത് ശാന്തം. മനസ്സിലായോ? എളുപ്പമായില്ലേ? QUIET, ശാന്ത. ക്വയറ്റ് മീൻസ് ശാന്തം. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് എന്തെന്നെയായിരിക്കും? തികച്ചും എന്നുള്ള മീനിങ് അല്ലേ? എല്ലാവർക്കും ചിരിയാണല്ലേ? മനസ്സിലായോ? അപ്പൊ മിസ് അത് നമ്മളോട് പറഞ്ഞു തന്നു, എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഇത് കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് ഇയർ ഏതോ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇത് ഓർമ്മയുണ്ടാകാം. എല്ലാവരും ഓർത്തിരിക്കുന്ന മിസ്സിന് ഉറപ്പില്ല. ഇത് ഏതെങ്കിലും ഒരാൾക്ക് ഇത് ഓർമ്മയുണ്ടാകാം. ഇ ശാന്തം. ഞാൻ ചോദിക്കുമല്ലോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, then next one, which is our next word? Peace. Peace. Peace and peace. The pronunciation are same but different in meaning and spelling. Way. Last പറഞ്ഞാണ്. The pronunciation are same but different in spelling and meaning. Last one, sight and sight. Sight and sight. Here also the pronunciation are same but different spelling and meaning. Okay, take your textbook, page number 10. Page number 10. Take the page number 10E. Now you know what is homophones, right? ഇപ്പൊ നിങ്ങൾക്ക് homophones എന്താണെന്ന് അറിയാം അല്ലേ? അറിയില്ലേ? അതുപോലെ തന്നെ homophonesന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാലും നിങ്ങൾക്കറിയാം, റൈറ്റ് അല്ലേ? ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ മിസ് give me some examples for homophones എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പറ്റും. Okay then, right, ഈ നോക്ക, right, page number 10. Write homophones for the words in column A. Here we can see a column and first one A. First column is A column. We have to write homophones for the words in column A. Column A യിലുള്ള വേർഡ്സിന് നമുക്ക് എന്ത് എഴുതണം? ഹോമോഫോൺസ് എഴുതണം. ഓക്കെ, ആർ യു റെഡി? ആർ യു റെഡി? എന്നിട്ട് ബാക്കി എന്താ ചെയ്യേണ്ട? ഒരു വർക്കും കൂടി ഉണ്ട്. Then match the homophones with their meanings in column B. Column B കണ്ടോ? കണ്ടു അല്ലെ? column B യിൽ എന്തുണ്ട്? അതിന്റെ മീനിങ്സ് ഉണ്ട്. ഏതിന്റെ മീനിങ്സ് ഉണ്ട്? നമ്മള് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് കോളം A യിലെ വേർഡ്സിന്റെ ഹോമോഫോൺസ് ഇവിടെ എഴുതും. സെക്കൻഡ് കോളത്തില് ആ സെക്കൻഡ് കോളത്തിൽ എഴുതിയ വേർഡ്സിന്റെ മീനിങ്സ് കോളം B യിലുണ്ട്. ഓക്കെ, അതിനോട് നമുക്ക് ചേർത്ത് എഴുതണം, വരയ്ക്കണം. മനസ്സിലായോ? Okay then, first one, new. KNEW, new means അറിയുക, new. Its homophone is new. NEW, new means പുതിയത്, new one. This is my new phone. This is my new dress. New. Okay, മനസ്സിലായോ? Here the spelling and meanings are different but the pronunciation are same. New, KNEW and new. New ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ നോക്ക, മെയ്ഡ് ഓർ ഇൻട്രൊഡ്യൂസ്ഡ് റീസെന്റ്ലി. മെയ്ഡ് ഓർ ഇൻട്രൊഡ്യൂസ്ഡ് റീസെന്റ്ലി. റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനത്തിനാണ് എന്ത്? ന്യൂ എന്ന് പറയും നമ്മൾ അല്ലേ? റീസെന്റ്ലി, പുതിയതായിട്ട്, അടുത്തിടെ, റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു സാധനത്തിന് നമ്മൾ എന്ത് പറയാ? ന്യൂ എന്ന് പറയാ. സോ ദ മീനിങ് ഓഫ് ന്യൂ ഈസ് മെയ്ഡ് ഓർ ഇൻട്രൊഡ്യൂസ്ഡ് റീസെന്റ്ലി. മെയ്ഡ് ഓർ ഇൻട്രൊഡ്യൂസ്ഡ് റീസെന്റ്ലി. വരച്ചു വെച്ചിട്ടുണ്ടല്ലോ അവിടെ, നമുക്ക് ചെയ്യണ്ടല്ലോ. എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മിസ് സ്പീഡ് കൂടുന്നുണ്ടോ? ജസ്റ്റ് do you want to say anything? ടെക്സ്റ്റ് ചെയ്തല്ല എഴുതിട്ടാണോ പെൻ വെച്ചിട്ടാണോ പെൻസിൽ വെച്ചിട്ടാണോ? You have to write with pencil. Okay, don't write with the pen in your textbook. Okay, എനിക്ക് കാണണ്ട അത്. സ്കൂൾ തുറന്നു വരുമ്പോൾ ഞാൻ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ചെക്ക് ചെയ്യും. പേന കൊണ്ട് ഒരാൾ പോലെ എഴുതരുത്. You have to write pencil with in your textbook. Okay then, second one, days. DAYS, days means days.
അറിയാലോ, ദിവസങ്ങളാണ് അല്ലെ, ഡേയ്സ്. ആൻഡ് who can say the homophone for days? Days, right? Days, the spelling is D-A-Z-E. D-A-Z-E, days, right? B, days ആണ്. കണ്ടോ ഇവിടെ മിസ് എഴുതിയിട്ടുണ്ടോ days? Days, D-A-Z-E, days. D-A-Z-E, days means what? Days. Days means a confused state. Days means what? A confused state. Right? നിങ്ങൾക്ക് വരച്ചു വെച്ചാൽ മതിയായിരിക്കും അല്ലെ. മിസ് ഇവിടെ എഴുതാം, നിങ്ങൾ അതിന് നേരെ എവിടെയാണോ മീനിങ് ഉള്ളത് അതിന് നേരെ വരയ്ക്കാം. A confused state. A confused state. Days means a confused state. You have to draw to that meaning. Okay, that is the first one. A confused state. Days means a confused state. You have to take that book. Last one. A confused state. Okay, all of you finished? ഏതിലേക്കാ വരച്ചത്? ഫസ്റ്റ് വണ്ണിലേക്കല്ലേ അല്ലേ? ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ. തേർഡ് വൺ. ബോർഡ്. ബോർഡ്. B-O-A-R-D. ബോർഡ്. The homophone is board, right? This homophone is third one ആണ്, third one. B-O-R-E-D, board. Third one is bored, means what? Bored means to lose interest and feel tired. That is the fifth one. Fifth one like varikya. To lose interest. To lose interest. To lose interest. And feel tired. To lose interest and feel tired. You have to draw to the fifth one. 3 to C to fifth one. To lose interest and feel tired. അല്ലേ അതല്ലേ ബോർഡ് എന്ന് വെച്ചാല്? ബോറിംഗ് എന്ന് വെച്ചാൽ എന്താ? ബോർ അടിക്കുന്നത്. ടു ലോസ് ഇൻട്രസ്റ്റ് അല്ലെ, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതാവുന്നതാണ്. ടു ലോസ് ഇൻട്രസ്റ്റ് ആൻഡ് ഫീൽ ടയേർഡ്. ടയേർഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നതാണ് എന്ത്? ബോർഡ്. ടു ലോസ് ഇൻട്രസ്റ്റ് ആൻഡ് ഫീൽ ടയേർഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Okay, all of you finished? All of you finished? Okay, then fourth one, soar. S-O-R-E, soar. Soar. S-O-R-E, soar. The homophone is soar. S-O-A-R. The spelling is S-O-A-R, soar. Soar. S-O-A-R, soar. Right? S-O-A-R, soar. Means what? Rise up quickly in the air. എന്താ? പറന്നുയരുക എന്നുള്ള മീനിങ് ആണ്. ഉയരത്തിലേക്ക് പറക്കുന്നതിനുള്ള മീനിങ് ആണ് soar. Right? Rise up quickly. Rise up. മുകളിലേക്ക് ഉയരുക. Rise up quickly means പെട്ടെന്ന്. Rise up quickly. Rise up quickly in the air. Rise up quickly in the air. Soar means rise up quickly in the air. Rise up quickly in the air. And which is our fifth word? Which is our fifth word? Which is our fifth word? Allowed. A-double-L-O-W-E-D. Allowed.
ഹോമോഫോൺ allowed ആണ് അല്ലേ? സ്പെല്ലിംഗ് എന്താ? ALOUD, allowed. Allowed. The homophone is allowed. The spelling is ALOUD. What is the meaning of allowed? In a loud voice. Allowed. അല്ലേ? ഉറക്കെ സംസാരിക്കുന്നതാണ് എന്ത്? Allowed. മിസ്സിനെ പോലെ അല്ലേ? Allowed. Right? Allowed. Allowed means what? In a loud voice. In a loud voice. Allowed means in a loud voice. വരയ്ക്കണേ. ഏതാണ് in a loud voice? E to fourth one. Fourth one ലേക്ക് വരയ്ക്കുക. Halima, can you hear me? Allowed means in a loud voice. In a loud voice. Okay, next, last one, pause. P-A-W-S, pause. P-A-W-S, pause. Homophone is pause, right? Pause. What is the spelling of pause? P-A-U-S-E, pause. P-A-U-S-E, pause. Means stop for a short time. Stop for a short time. കുറച്ച് സമയത്തേക്ക് നിർത്തി വെക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? പോസ് ചെയ്യാന്ന് പറയാ അല്ലേ? ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തേ അല്ലേ? പോസ് ദാറ്റ് വീഡിയോ or pause that music. പറയാറില്ലേ? Pause means stop for short time. Pause. The spelling of pause is P-A-U-S-E, pause means stop for a short time. Stop for a short time. Pause means stop for a short time. Stop. Okay, all of you finished? കഴിഞ്ഞോ? Okay then. Understand grammar. Next one, understand grammar. It's about sentence. It's about sentence. Sentence ne kurichana innate class. Sorry, grammar section. Before that, what do you mean by a sentence? Endana sentence? Okay, Joanna. A group of words together express an idea is a group of words together gives an sentence is called sentence. Very good. A sentence is a group of words which make complete sense, right? Am I right? A sentence is a group of words. What do you mean by a sentence? Sentence is a group of words. Sentence എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് വേർഡ്സിന്റെ കൂട്ടത്തിനാണ് നമ്മൾ എന്ത് പറയാ? സെന്റൻസ് എന്ന് പറയാ. വെറുതെ ഒരുപാട് വേർഡ്സ് പറക്കി എഴുതിയത് കൊണ്ട് നമുക്ക് സെന്റൻസ് കിട്ടുമോ? ഇല്ല. Sentence should express a clear idea or clear meaning. അല്ലേ? നമുക്ക് കൃത്യമായ ഒരു മീനിങ് തരുന്ന വേർഡ്സിന്റെ കൂട്ടത്തിന് നമ്മൾ എന്ത് പറയും? സെന്റൻസ് എന്ന് പറയും. A sentence is a group of words which make complete sense. Okay, അത് മനസ്സിലായോ? സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സിന്റെ കൂട്ടമാണ് അല്ലേ? It's a group of words. വേർഡ്സിന്റെ ഗ്രൂപ്പ് ആണ് and it express a clear meaning. And it express a clear meaning or clear idea. Whatever it. Okay. A sentence has, here we can see, all of you look at your textbook. Look at your textbook. Here. A sentence has a subject that tells us what or who has the sentence is about. A subject must have a noun or pronoun. A sentence has subject, then it has predicate. പഠിക്കാത്ത കാര്യമാണ്, പുതിയതായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ജുവാന പഠിച്ചിട്ടുണ്ടോ ഇത്?
പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടില്ല മോളെ. അപ്പൊ സെന്റൻസിൽ എന്തൊക്കെ ഉണ്ടാകും? സബ്ജക്ട് ഉണ്ടാകും, പ്രെഡിക്കേറ്റ് ഉണ്ടാകും. സബ്ജക്ട് ഉണ്ടാകും, പ്രെഡിക്കേറ്റ് ഉണ്ടാകും. അതിലെ ഡോണ്ട് വറി, മിസ് പറഞ്ഞുതരാം. ഓക്കെ, സെന്റൻസിൽ എന്തൊക്കെ ഉണ്ടാകും? ഫസ്റ്റ് പോർഷൻ എന്താണ്? സബ്ജക്ട് ആണ്. ആൻഡ് അനദർ പോർഷൻ ഈസ് പ്രെഡിക്കേറ്റ്. ഓക്കെ, സബ്ജക്ട് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം, പ്രെഡിക്കേറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, subject that tells us what or who the sentence is about. Subject എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? എന്താണ് ജുവാന will say The first portion of a sentence. It the will first be portion of a sentence is subject. Okay, then what? it must have a noun or a pronoun. It must have a pronoun or noun. Okay, then okay, that's enough. Then Okay, subject that tells us what or who the sentence is about. എന്തിനെ കുറിച്ചിട്ടാണ് അല്ലെ ആരെ കുറിച്ചാണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടുന്നത് സബ്ജക്റ്റിൽ നിന്നായിരിക്കും. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിന്റെ ആദ്യത്തെ പോർഷൻ ആയിരിക്കും. ഓക്കെ, ഒരു സെന്റൻസിലെ ആദ്യത്തെ പോർഷനിൽ നമ്മൾ എന്ത് പറയാ? സബ്ജക്ട് എന്ന് പറയാ. അത് മിസ് എക്സാമ്പിൾ പറയുന്ന സമയത്ത് തന്നെ മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, a subject has a noun or pronoun. എന്തുണ്ടാകും സബ്ജക്റ്റില്? noun അല്ലെങ്കിൽ pronoun ഉണ്ടാകും. Do you know about noun and pronoun? nounഉം pronoun എന്താണെന്ന് അറിയാലോ? അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കൈവക്കുക, മിസ് പറഞ്ഞുതരും. ആതിരക്ക് അറിയോ? Do you know what is a noun? noun എന്താണെന്ന് അറിയോ എന്റെ മോക്ക്? ആതിര കുട്ടി പഠിച്ചിട്ടുണ്ട്. A noun is the name of a person, place, animal or thing. ഒരു വ്യക്തിയുടെയോ ഒരു പേഴ്സന്റെയോ പ്ലേസിന്റെയോ ആനിമൽസിന്റെയോ തിങ്സിന്റെയോ സാധനങ്ങളുടെയോ പേരിന് പൊതുവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആതിര ഈസ് എ നൗൺ. പാടിയുട്ടിച്ചാൽ ഈസ് എ നൗൺ. ഓക്കെ, മനസ്സിലായോ? ടൈഗർ ഈസ് എ നൗൺ. മൊബൈൽ ഫോൺ ഈസ് എ നൗൺ. ഡെസ്ക് ഈസ് എ നൗൺ. മനസ്സിലായോ? ഓക്കെ, then അപ്പൊ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവാം? നൗൺ ഉണ്ടാവാം. then what is next? What do you mean by pronoun? pronoun എന്ന് പറഞ്ഞാൽ എന്താ? നൗണിന് പകരം യൂസ് ചെയ്യുന്നത് എന്തോ അതാണ് എന്ത്? pronoun. we use pronouns instead of noun. അല്ലേ? നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? pronoun. മനസ്സിലായോ? she, it, he, they, we, us, these all are pronouns, right? മനസ്സിലായോ? ഇപ്പൊ ആതിര is a good girl. ആതിര is in this class. Okay, ആതിര is studying in True Light English School. ആതിര എന്ന് എഴുതണോ? വേണ്ടല്ലോ. ആതിര is a girl. She is studying in True Light English School. We use she instead of ആതിര. ആതിരയ്ക്ക് പകരം നമ്മൾ എന്ത് എഴുതി? she എഴുതി. That is a pronoun. Okay, ആരമൽ sit properly. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഇവിടെ സബ്ജക്റ്റിൽ എന്തുണ്ടാകാം? noun ഉണ്ടാകാം അല്ലെങ്കിൽ pronoun ഉണ്ടാകാം. The first portion of the sentence is subject that tells us what or who the sentence is about. എന്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് ഈ സെന്റൻസ് എന്നുള്ള കാര്യം നമുക്ക് എവിടുന്നാണ് മനസ്സിലാവുക? സബ്ജക്റ്റിൽ നിന്നാണ് മനസ്സിലാവുക. എന്റെ മക്കൾക്ക് മനസ്സിലായോ? Okay, the next one, for example, here we have an example, that is scientists are busy exploring deep in the brain. It is a sentence in textbook. Okay, നമ്മുടെ textbookൽ ഒരു sentence ആണ്. Scientists are busy exploring deep in the brain. Here, who are exploring here? Scientists are exploring. ആരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? എടോ, ഈ സെന്റൻസ് എന്താണ്? Scientists are busy exploring deep in the brain. Okay, ഈ സെന്റൻസിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? It's about scientists. അല്ലേ? അതുപോലെ who are exploring here? ആരാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്? That is scientist.
So scientist is a subject. മനസ്സിലായോ? Scientist is a subject. Okay. Sri Vishnu, can you hear me? Sri Vishnu, okay then. Next one is predicate. നമുക്ക് 3 മിനിറ്റ്സ് കൂടിയേ ഉള്ളൂ മക്കളെ. എന്താ ചെയ്യാം? ഇതൊന്ന് തീർത്തെങ്കിൽ നല്ലതായിരുന്നു. നോക്കട്ടെ. 1 o'clock എത്ര പേർക്ക് ക്ലാസ് ഉണ്ട്? അനിയത്തിമാർക്ക്, അനിയന്മാർക്ക്? ഹെമൻ, shall we wind up the class? Next one is predicate. Predicate പറയാൻ കുറച്ച് സമയം വേണം മക്കളെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ബൈ. See you in the next class. ഇനി നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലല്ലോ? ഇല്ലല്ലോ. ഓക്കെ then bye. 1 മണിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ മിസ് ഗ്രൂപ്പിൽ ഇടും. 12:30 നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പ് ഒന്ന് നോക്കുക. ഓക്കെ, ബൈ. See you in the next class.